നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു ലെഗിൻ്റെ സ്ട്രെച്ചിങ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രെച്ചിങ് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമെന്നുള്ളത്. തീർച്ചയായിട്ടും ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ദിവസം അല്ലെങ്കിലും നമ്മൾ ദിവസവും ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ബോഡിക്ക് ഫുൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമുക്ക് ഇഞ്ചറികൾ വരില്ല. ഒരു എന്താ പറയുക, മസിൽ സംബന്ധമായ പരമാവധിയുള്ള എല്ലാ ഇഞ്ചുറികളും നമുക്ക് ഒഴിവാൻ ഒരുപാട് സഹായിക്കും. നമ്മൾ ലെഗ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം, ലെഗ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തതിന് ശേഷമാണെങ്കിലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ജിമ്മിലും വീട്ടിലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലെഗ് വർക്കൗട്ട് കാണിച്ചു തരാം. ആദ്യമൊക്കെ നമ്മൾ ഒന്ന് കിടക്കുക. കിടന്നതിന് ശേഷം ഈ ഒരു കാലെടുക്കുക, ഇവിടെ ഫോടി, എന്നിട്ട് നന്നായിട്ട് മരിച്ചു. ഒരാളുണ്ടെങ്കിൽ ആളുടെ സഹായത്തോടുകൂടി ഇവിടെയെങ്കിലും ലിഫ്റ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. ഒരു 10-15 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നന്നായിട്ട് വലിയണം. അതിനുശേഷം അടുത്ത കാലം ഒരു 10-15 സെക്കൻഡ് നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഈ കാലിവിടെ വെക്കുക. ഈ കാല് വെച്ചതിന് ശേഷം നമ്മുടെ ബോഡി പരമാവധി കാല് കയറ്റി വെക്കുക. റൈറ്റിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ബോഡി ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ചരിഞ്ഞ് വെക്കുക. അതിനുശേഷം നെക്സ്റ്റ് വേണം വീട്ടിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം ചെയ്യുന്ന നമ്മൾ കാണിച്ചിരുന്നൊക്കെ ഒരു 10-15 സെക്കൻഡ് നിങ്ങൾ അങ്ങനെ തന്നെ ആ പൊസിഷനിൽ നിൽക്കണം. അതിനുശേഷം ഒരു കാലം നിൽക്കണം. അതും ഇതേപോലെ തന്നെ ഒരു 10-30 സെക്കൻഡാണ് ഞാൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ചെയ്യാം. ഇനി രണ്ട് കാര്യം വെച്ച് ചെയ്യുന്നതെല്ലാം ആ ഒരു പൊസിഷനിൽ നമ്മളൊരു 10-30 സെക്കൻഡിൽ നിൽക്കാൻ ശ്രമിക്കുക. ഇനി ഒരു ലെഗ് വെക്കുക. ഇനി അടുത്ത് അതേപോലെ തന്നെ ഒരു കാല് ബാക്കിലോട്ട് വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. നമ്മുടെ തൈസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ തൈസിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ലെഗൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് റിലീസ് ആവാൻ വേണ്ടിയിട്ട് കൈ ബാക്കിലോട്ട് വെക്കുക. മാക്സിമം നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. തൈസ് വലിയണം. എന്നിട്ട് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ അപ്പ് ചെയ്ത് കൊടുക്കുക തൈസ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സപ്പോർട്ടറെ കൊണ്ട് കൈ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ നിന്നാൽ മതി. നന്നായിട്ട് തൈസ് നന്നായിട്ട് വലിയണം. ഇനി അതിനുശേഷം നമ്മൾ ഇന്നർ തൈസിന് കാലിങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ 2 എൽബോ കൊണ്ട് പതുക്കെ. ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മൾ പാർട്ണർമാരായിട്ടാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ പുഷ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ഞാൻ എൽബോ എൻ്റെ കൈ കൊണ്ട് തന്നെ പുഷ് ചെയ്യാണ്. ഇപ്പോൾ കാണിച്ചെന്ന ഈ ലെഗിൻ്റെ സ്ട്രെച്ചിങ് കഴിയുമ്പോൾ നമ്മൾ പൊതുവേ ലെഗിൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ മസിലിന് മൊത്തത്തിൽ ക്യാച്ചിങ് ഫീൽ ചെയ്യും. പൊറോട്ടോ ക്യാച്ചിങ് ഫീൽ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് മറക്കാതെ ചെയ്യുക. നമ്മൾ ബാക്കിലോട്ട് ഇരുന്നതിന് ശേഷം കൈ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം
ബാക്കിലോട്ട് നല്ല നോക്കും. പരമാവധി ബാക്കിലോട്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കാൻ ഈ ഒരു പോർഷൻസ് പരമാവധി ഇങ്ങനെ വൈഡായി വരണം. പറ്റുന്നില്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അവിടെ പതുക്കെ ഒരാളുടെ കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം. നമ്മൾ കൈ നേരെ വെക്കുക. നേരെ വെച്ച് കിട്ടുന്നതിന് ശേഷം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഇതാ കൈ ഒന്നിങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ബാക്കിലോട്ട് വരിക. അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ട് മാക്സിമം വരിക. അതേ കൈ ഇങ്ങനെ തന്നെ കൊടുക്കുക. തിരിച്ചെടുത്തിട്ടില്ല. നമ്മൾ ഈ കാണിച്ചിരുന്ന സ്ട്രെച്ചിങ്ങുകൾ നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. പിന്നെ കാഫിനുള്ള നമ്മൾ ഇരുന്നതിന് ശേഷം ഇങ്ങനെ പിടിച്ചു കൊടുക്കുക തന്നെ വേണം. കാഫ് മസിൽ ബാക്കിലോട്ട് നല്ല സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് ലെഗിൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത് കാഫ് മസിൽസിൻ്റെ ആയിരിക്കും. അപ്പോൾ കാഫ് മസിൽ റിലീസ് ആവാൻ അതും കൂടെ ചെയ്ത് കൊടുക്കുക. ഈ ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്ത ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഇതും കൂടെ അതിൽ ഉൾപ്പെടുത്തുക. ഇനിയിപ്പോൾ ലെഗ് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. വീടുകളിലൊക്കെ ഉള്ളവർക്ക് കാലിനെ ഈ അവിടെ ഞരമ്പ് പിടിച്ചു ഇവിടെ ഞരമ്പ് പിടിച്ചു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. ഞരമ്പൊക്കെ ക്യാച്ച് ചെയ്തിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർ പറ്റുകയാണെങ്കിൽ പരമാവധി 2 നേരം രാവിലെ വൈകുന്നേരം ഇതേപോലെ ലെഗ് സ്ട്രെച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ അസുഖം ഒരു പകുതി മുക്കാലും മാറിക്കിട്ടും. സ്ട്രെച്ചിങ് വ്യായാമക്കുറവ് കൊണ്ട് തന്നെയാണ് ഒരുപാട് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെച്ചിങ് വളരെ നിർബന്ധമാണ് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും. ഇപ്പം നിങ്ങൾ ഇത് മാത്രമല്ല ബൈസിപ്സിന് വർക്കൗട്ട് ചെയ്യുകയാണ് ജിമ്മിലോ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ട്രൈസെപ്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ചെസ്റ്റ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം കൈയോടെ വെക്കുക. ബോഡി കൈ ഇങ്ങനെ തന്നെ വെക്കുക. ബോഡി മാത്രം പിടിച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗം നന്നായിട്ട് സ്ട്രെച്ചായി കിട്ടും. പിന്നെ എല്ലാത്തിനും നമുക്ക് സ്ട്രെച്ചിങ് ഉണ്ട്. ഈ ഷോൾഡർ ചെയ്യുന്ന ദിവസമാണെങ്കിൽ കൈ നന്നായിട്ട് റിലീസ് ചെയ്യുക. അങ്ങോട്ട് റിലീസ് ചെയ്യുക, ഇങ്ങോട്ട് റിലീസ് ചെയ്യുക. പിന്നെ അതിന് ശേഷം വെക്കുക. പതുക്കെ സ്ട്രെച്ച് ചെയ്യുക. ഇനി ഈ കൈ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിന് ശേഷം 1 2 3 4 5 നേരെ പിടിക്കുക. അതിനുശേഷം 1 2 3 4 5 ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഈ കഴുത്തിനാണെങ്കിൽ തേയ്മാനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ വട്ടം കറക്കൊന്നും ചെയ്യരുത്. വളരെ നൈസായിട്ട് 2 3 ഇത്ര നൈസായിട്ട് ചെയ്താൽ മതി. കഴുത്തിനൊക്കെ ആണെങ്കിൽ ഓവറായിട്ട് ചില ഇങ്ങനെയൊക്കെ ഇട്ട് വട്ടം കറങ്ങുന്നതാണ്. നമ്മൾ നിന്നിട്ട് ഇങ്ങനെ ലോവർ പോർഷൻസ് ആരൊക്കെ ഇട്ട് ഇങ്ങനെ വട്ടം കറങ്ങുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ഓവറായിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ തേയ്മാനത്തോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വളരെ ലേറ്റായിട്ട് ചെയ്യുക. സ്ട്രെച്ചിങ് നന്നായിട്ട് ചെയ്യുക. റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടുക. ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ എന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുക. സഞ്ജയ് ദ ഫിറ്റ്നസ് സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി. SANJAI ആണ്. സ്പേസ് സൗത്ത് ഇന്ത്യൻ മെസ്സേജ് ചെയ്യാൻ തീർച്ചയായിട്ടും. ഒരുപാട് പേര് എനിക്ക് ചോദിക്കാറുണ്ട്. ഞാൻ പരമാവധി എല്ലാവരുടെയും മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ചിലതൊക്കെ മനഃപൂർവ്വം തിരക്കാറുണ്ട് തോന്നുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.